ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നാം ഇന്ന് കാണുന്ന നമ്മുടെ ഈ ശരീരം എന്നും ഇന്നത്തെ പോലെ ആരോഗ്യമുള്ളതും ശക്തിയുള്ളതും ആകണമെന്നില്ല. അടുത്ത നിമിഷത്തിൽ തന്നെ ഒരൊറ്റ ഞരമ്പിന് തകരാറ് പറ്റിയാൽ നമ്മുടെ ഒരു ഭാഗം തളരാനും ഒരു കൈ അനക്കാൻ പോലുമോ കണ്ണുകളുടെ പീള ചലിപ്പിക്കാൻ പോലുമോ കാലുകളൊന്ന് പൊക്കാനോ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. അത്രയും ക്ഷണികമാണ് നമ്മുടെ ഈ ശരീരത്തിൻ്റെ അവസ്ഥ. ഇപ്പോൾ ഇത് ആരോഗ്യത്തോടുകൂടി വർദ്ധിക്കുന്നുവെങ്കിലും ഏത് നിമിഷത്തിലാണ് ഇതിൻ്റെ ആരോഗ്യം നഷ്ടമാകുന്നത് എന്ന് ഒരാൾക്കും പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിലാണ്. അതുകൊണ്ട് ഈ ശരീരത്തെക്കുറിച്ച് മഹാത്മാക്കൾ പറഞ്ഞിരിക്കുന്നത്, ദേഹം ജലത്തിലെ പോള പോലെ മോഹിക്ക വേണ്ടതിൽ നീയല്ലത്, ദേഹത്തിനുള്ളിൽ വസിക്കുന്ന നാഥനാം ദേഹാതീത പൊരുളെന്നറിയൂ. ദേഹം ജലത്തിലെ പോള പോലെ മോഹിക്ക വേണ്ടതിൽ നീയല്ലത്, ദേഹത്തിനുള്ളിൽ നീ സാക്ഷിയായി നിൽക്കുന്ന, ദേഹത്തിനുള്ളിൽ നീ സാക്ഷിയായി നിൽക്കുന്ന ദേഹാതീത പൊരുൾ എന്നറിയൂ. നാം ഇന്ന് കാണപ്പെടുന്ന ഈ ശരീരത്തെ നിലനിർത്തുന്ന ഒരു സാക്ഷി, ഒരു സർവസാക്ഷി ഈ ശരീരത്തിലുണ്ട്. ആ സാക്ഷിയാണ്, ദേഹത്തിന് അതീതമായിരിക്കുന്ന ആ പൊരുളാണ് നീ എന്ന് നാം ഓരോരുത്തരും ബോധിക്കണം. അതാണ് തത്വമസി, അത് നീയാകുന്നു എന്ന്. നാം ഓരോരുത്തരും ആ പരമമായ സത്തയാണ് എന്ന ബോധം നമ്മുടെ ഉള്ളിൽ എല്ലാ സമയത്തും ഉണ്ടായിരിക്കണം. അതാണ് നമുക്ക് ഉണ്ടാവേണ്ടതും. ഈ ശരീരം വെള്ളത്തിലെ നേർക്കുമിള പോലെ എപ്പോഴാണ് പൊട്ടിപ്പോവുക എന്ന് പ്രവചനാതീതമാണ്. ദേഹം ജലത്തിലെ പോള പോലെ, വെള്ളത്തിലെ ഒരു കുമിള പോലെ ക്ഷണികമാണ്. മോഹിക്ക വേണ്ടതിൽ നീയല്ലാതെ, നീ ആ ദേഹത്തിൽ മോഹിക്കേണ്ട, നീ അതല്ല. വാസ്തവത്തിൽ ദേഹത്തിന് അതീതമായിരിക്കുന്ന പരമസത്തയാണ് ദേഹാതീത പൊരുൾ. ദേഹത്തിനുള്ളിൽ നീ സാക്ഷിയായി നിൽക്കുന്ന, ദേഹത്തിൻ്റെ ഉള്ളിൽ സാക്ഷിയായി നിൽക്കുന്ന ദേഹാതീത പൊരുൾ, ദേഹത്തിന് അതീതമായിരിക്കുന്ന പൊരുളാണ് നാം ഓരോരുത്തരും. അങ്ങനെ നമ്മെക്കുറിച്ച് നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? വാസ്തവത്തിൽ ഒരിക്കലുമില്ല. അങ്ങനെ മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രണ വിധേയമാക്കുവാൻ. ആ മനസ്സിന് പരമമായ സുഖമാണ് വേണ്ടതെങ്കിൽ ലോകം മുഴുവൻ തെണ്ടിയാലും അത് നമുക്ക് ലഭിക്കുകയില്ല. ആ സുഖത്തിൻ സ്വരൂപിയായിരിക്കുന്ന, സാന്ദ്രാനന്ദമായിരിക്കുന്ന ആ പരമാത്മാവിനോട് മനസ്സ് ഏകീകരിക്കുക മാത്രമേ വേണ്ടൂ. അപ്പോൾ അറിയേണ്ടതറിയാനും കിട്ടേണ്ടത് കിട്ടാനും നമുക്ക് സാധിക്കുന്നതുമാണ്. അതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യവും. ആ ലക്ഷ്യബോധത്തിന് വേണ്ടിയായിരിക്കണം നമ്മുടെ ഓരോ ശ്വാസവും വിനിയോഗിക്കേണ്ടത്.